ഹലോ ബ്യൂട്ടിഫുൾ ലേഡീസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനും കുട്ടികളെ നോക്കുന്നതിനും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനും ഒക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അവർ 1 വീക്കിലേക്കുള്ള ഫുഡ് ഒന്നിച്ചാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നായിരുന്നു. അപ്പം ഞാൻ അതിൽ ഇട്ടിരിക്കുന്ന കമൻറ്റ്, ഞാൻ ഡെയിലി ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാറുള്ളത് എന്നാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഒന്നിച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഒന്നിച്ച്, ചോറ് കറികളെല്ലാം ഒന്നിച്ചുണ്ടാക്കി വെക്കുക എന്ന് പറയുമ്പം ഒന്നാമത്തെ ഒരു കാര്യം വരുന്നത്, നമുക്കൊരു ടേസ്റ്റ് ഇഷ്യൂ വരും. നമുക്ക് ആ ഒരു ഭക്ഷണം ഉള്ള കറി തന്നെ ഡെയിലി കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. നമ്മളെല്ലാവരും ജീവിക്കുന്നത്, ഞാനൊക്കെ എന്നെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ പ്രധാനമായിട്ടും ജീവിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാനും നല്ല സമാധാനമായിട്ട് കഴിയാനും സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ കഴിയാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഭക്ഷണത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നമ്മളുടെ ലൈഫ് പാർട്ട്ണർ ഇപ്പം ഭക്ഷണത്തിന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അവർക്ക് അതൊരു എന്താ പറയുക, ഡെയിലി ഒരേ കാര്യം തന്നെ കൂട്ടി ഒരേ ഭക്ഷണം തന്നെ കഴിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പ് തോന്നുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഫുഡിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ചെയ്യാറുള്ളത്, ആഴ്ചയിൽ ഒരാഴ്ചത്തേക്കുള്ള പിന്നെ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കാവുന്നതാണ്. അത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് അതങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. അത് ചിലപ്പം ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. അതേപോലെ ചെയ്യാവുന്നൊരു കാര്യമാണ്, ഇപ്പോൾ വീക്കെൻഡുകളിലൊക്കെ പോയിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്നിച്ച് പർച്ചേസ് ചെയ്ത് വയ്ക്കാം. അതിലിപ്പം ചെറിയുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതുപോലെയുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കൃത്യമായിട്ട് വയ്ക്കാം. അതുപോലെ സവോളയാണെങ്കിലും വാഷ് ചെയ്ത് തൊലി കളഞ്ഞ് വയ്ക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ചില പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെന്താ പറയുക, എയർ ടൈറ്റ് പാത്രങ്ങളുണ്ടെങ്കിൽ അതിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അല്ലേ. അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു സൗകര്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർ പറയുന്നൊരു കാര്യമാണ്, ഡെയിലി കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ, ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ട് പോവില്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന അരി മട്ടയരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും പറയാറുള്ളത് മട്ടയരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുന്നതാണ്. ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മട്ടയരി 2 വിസിലിനാണ് ഞാൻ എടുക്കാറുള്ളത്. നമ്മൾ ഈ ഒരു അരി അടുപ്പത്ത് ഇട്ടതിന് ശേഷം ഒരു 2 വിസിലിനെടുത്ത് അതൊന്ന് പിന്നെ വെള്ളം കളയേണ്ട, വാർത്ത് കളയേണ്ട ആ ഒരു പണിയെ നമുക്ക് ചോറിന് വരുന്നുള്ളൂ. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അടുപ്പിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കറികൾ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ആ കറികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തിട്ട് കറിയോ തോരനോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, തേങ്ങയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ തിരുമ്മി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അരച്ച് വെക്കാം. ഇത് 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. 2-3 ദിവസത്തേക്കൊന്നും തേങ്ങ അരച്ച് വെച്ചാലും ഒന്നും ആവാൻ പോകുന്നില്ല. അപ്പം തേങ്ങ അരച്ച കറികളാണെങ്കിൽ 2-3 ദിവസത്തേക്ക് വേണ്ട തേങ്ങ വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ അരച്ച് വെക്കാവുന്നതാണ്. കുക്ക് ചെയ്ത് വെക്കാതെ നമുക്ക് അരച്ച് വെക്കാവുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പണി കുറച്ചും കൂടെ എളുപ്പമാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡെയിലി ഒരേ കറി കഴിച്ചു എന്നുള്ള ആ പ്രശ്നവും ഇല്ല. പിന്നെ കുക്ക് ചെയ്ത സാധനങ്ങൾ തന്നെ പിറ്റേന്നെടുത്ത് വീണ്ടും ചൂടാക്കി കഴിക്കുന്നതിനുള്ള ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ സൗകര്യം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എങ്കിലും നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ കുറച്ച് നമ്മൾ കുക്ക് ചെയ്ത് വെക്കുന്നതിനേക്കാളും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ടിപ്സൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ലേഡീസിന് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.